ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഇനി അതിനകത്തേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 2 സ്പൂണ് തൈര്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് തിരുമ്മി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി അരി എടുത്തിട്ടുണ്ട്. ഇത് ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരി. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് 2 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കുതിരാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി. കുക്കർ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഏലക്കയൊന്ന് ചതച്ചിടണേ. ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ചെറുതായി ഒന്ന് ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് വെറുതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്കൊരു 3 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി സവോളയൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപയർ തോരൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. സവോള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത്. ഇനി ഇതിൻ്റെയും കൂടി ഒന്ന് പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല. ചിക്കൻ മസാലയ്ക്ക് പകരം ബിരിയാണി മസാല മേടിക്കാൻ കിട്ടും, അതാണെങ്കിലും മതിയേ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം നാരങ്ങാനീരോ വിനാഗിരിയോ ചേർത്താലും മതി. തൈരിനകത്ത് നമ്മൾ കുഴച്ച് വെച്ച് കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുവേണ്ടി നമ്മൾ തൈരിനകത്ത് ചിക്കൻ ഒന്ന് കുറച്ച് സമയം ഒന്ന് കുഴച്ച് വയ്ക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതി, ബാക്കി റൈസിൻ്റെ കൂടെ കിടന്ന് വേകാനുള്ളതാണ്. ഒരു വിസിൽ വന്നപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 3.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂണ് ഗരം മസാല. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ റൈസിനും കൂടി കണക്കാക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇനി ഇതിന് മേളിലൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി താഴത്തേക്ക് ഇളക്കണ്ട, ചിക്കൻ അടിയിൽ കിടക്കുന്ന രീതിയിൽ തന്നെ ഇളക്കാവുള്ളൂ. അരമുറി നാരങ്ങ നീര്. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഈ വെള്ളമൊന്ന് പറ്റിച്ചെടുക്കാം. നമ്മളിത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയമായി. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഒരു പകുതി വേവായിട്ടുണ്ട് അരിയെ.
ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി പുതിനയും മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസിലടിക്കണ്ട, നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. വിസിലടിക്കണ്ട, എപ്പോഴും വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് റൈസ് അങ്ങോട്ട് കുഴഞ്ഞു പോവും. അതുകൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ആവി കയറിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പം ബിരിയാണി റെഡി ആയിരിക്കും. ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് ഒന്നൊന്ന് തൊടാതെ തന്നെ കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ 20 മിനിറ്റ് വെച്ചത്. നന്നായിട്ട് അങ്ങോട്ട് ആവി കയറി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. വിസിലടിക്കണ്ട, വിസിലടിച്ച് കഴിഞ്ഞാൽ റൈസ് കുഴഞ്ഞു പോകും. അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാൽ മതി. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ.